വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്ന വികസനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരമാണ് അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിനായി എത്തുന്നത്. തിരുവനന്തപുരം നഗരം കനത്ത സുരക്ഷാ വലയത്തിലാണുള്ളത്. പ്രത്യേക വിമാനത്തിൽ വൈകിട്ട് 6:30-ക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ ഇറങ്ങുന്നത്. വൈകിട്ട് രാജ്ഭവനിൽ തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ രാവിലെ 11 മണിക്ക് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നിർവഹിക്കും. ശംഖുമുഖത്തെ എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റ് മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. തുടർന്ന് റോഡ് മാർഗം അദ്ദേഹം രാജ്ഭവനിലെത്തും. ഈ പശ്ചാത്തലത്തിൽ ശംഖുമുഖം മുതൽ രാജ്ഭവൻ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ തീർത്ത് പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി വിഴിഞ്ഞം തുറമുഖത്തേക്ക് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ എത്തുമെന്നാണ് സൂചന. തുറമുഖത്തെ അതീവ സുരക്ഷാ മേഖലയിൽ സജ്ജമാക്കിയിരിക്കുന്ന ഹെലിപ്പാഡിന് പുറമെ വെള്ളായണി കാർഷിക കോളേജ് ഗ്രൗണ്ടും പാങ്ങോട് സൈനിക ക്യാമ്പിന്റെ ഗ്രൗണ്ടും SPGയുടെ പരിഗണനയിലുണ്ട്. അവസാന മണിക്കൂറിൽ മാത്രമാകും ഹെലികോപ്റ്റർ ഇറങ്ങേണ്ട സ്ഥലം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് തീരുമാനിക്കുക. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററിനെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മറ്റ് 2 ഹെലികോപ്റ്ററുകൾ അനുഗമിക്കും. വിഴിഞ്ഞം തീരമേഖലയിൽ കോസ്റ്റ് ഗാർഡിനും മറൈൻ എൻഫോഴ്സ്മെന്റിനും പുറമെ നാവികസേനയും സുരക്ഷ ഉറപ്പാക്കും. പദ്ധതി പ്രദേശത്ത് വ്യോമ നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം മുഴുവൻ അതീവ സുരക്ഷ നിലനിൽക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. തുടർച്ചയായ വ്യാജ ബോംബ് ഭീഷണികളും ഉണ്ടായ സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും തിരക്കേറിയ പൊതുസ്ഥലങ്ങളിലും പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെയും ഇന്റലിജൻസ് മേധാവിയുടെയും മേൽനോട്ടത്തിലാണ് നഗരത്തിലെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ യാത്രാപഥം സംബന്ധിച്ച സ്ഥിരീകരണം ഔദ്യോഗികമായി ഇതുവരെയും ഉണ്ടായിട്ടില്ല എങ്കിലും വാഹനവ്യൂഹം കടന്നു പോകാനുള്ള എല്ലാ വഴികളുടെയും നിയന്ത്രണം ഇതിനോടകം പോലീസ് ഏറ്റെടുത്തു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇന്ന് വൈകിട്ട് 6:30-ക്കാണ് പ്രധാനമന്ത്രി എത്തുന്നതെങ്കിലും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഉച്ചമുതൽക്കേ തുടങ്ങും. നാളെയും ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. അപ്പോൾ അതെന്തൊക്കെയാണ്, എവിടെയൊക്കെയാണെന്ന് വിശദമായി തന്നെ അറിയാം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഇന്ന് ഉച്ചതൊട്ട് നഗരത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. എവിടെയൊക്കെ, എപ്പോഴൊക്കെ, എങ്ങനെയൊക്കെ? ശ്രീജ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രധാനമായി ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നതിൽ വ്യക്തമായ ഒരു ഉത്തരം, അതായത് പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ടെക്നിക്കൽ ഏരിയയിലാണ്. എയർപോർട്ടിന്റെ ടെക്നിക്കൽ ഏരിയയ്ക്ക് സമീപത്താണ്. ഇവിടെയായിരിക്കും വൈകുന്നേരം 6:30-ക്ക് പ്രധാനമന്ത്രി എത്തുക. ഇവിടെ നിന്ന് രാജ്ഭവനിലേക്ക് എത്തുന്ന തരത്തിലാണ് റൂട്ട് തയ്യാറാക്കുന്നത്. പക്ഷെ അത് ഏത് വഴിയായിരിക്കും രാജ്ഭവനിലേക്ക് എത്തുക എന്നത് സംബന്ധിച്ച വിവരങ്ങൾ അതീവ രഹസ്യമാണ്. അത് ഇപ്പോൾ അവർ പുറത്തുവിടില്ല. അത് വൈകുന്നേരം മാത്രമേ അത് സംബന്ധിച്ചൊരു ധാരണകളിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും പ്രധാനമന്ത്രി വന്നിറങ്ങുന്ന സമയം മുതൽ അദ്ദേഹം രാജ്ഭവനിൽ എത്തുന്ന സമയം വരെ നഗരത്തിൽ വലിയ തരത്തിലുള്ള ഗതാഗത നിയന്ത്രണമുണ്ടാകും. നഗരത്തിൽ മുഴുവൻ ആ നിയന്ത്രണമുണ്ടാകും. മാത്രവുമല്ല, ഈ ശംഖുമുഖം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണമുണ്ട്. ഇപ്പോൾ തന്നെ നോക്കാം, ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പ്രധാനമന്ത്രി വരുന്ന സുരക്ഷാ നടപടികളുടെ ഭാഗമായി റോഡിന്റെ ഒരു വശം പൂർണ്ണമായി പാർക്കിംഗ് പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. സമാനമായ തരത്തിൽ ഈ വാഹനവ്യൂഹം കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ, അതായത് രാജ്ഭവൻ പരിസരം വരെയുള്ള റോഡുകൾ മുഴുവൻ വൈകുന്നേരം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഒരു തരത്തിലും വാഹനങ്ങൾ റോഡിന്റെ വശങ്ങളിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിലായിരിക്കും ഈ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം എത്തുന്ന സമയത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് പൂർണ്ണമായി ഗതാഗതം പോലീസ് ഏറ്റെടുക്കും. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എല്ലാ വഴികളും പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും. വാഹനവ്യൂഹം കടന്നുപോയി രാജ്ഭവനിൽ എത്തിയതിന് ശേഷം മാത്രമായിരിക്കും സുഗമമായ തരത്തിലേക്ക് നിയന്ത്രണങ്ങൾക്കിടയിലും ഗതാഗതം പിന്നീട് എത്തുക. അതുകൊണ്ട് വൈകുന്നേരം അത്യാവശ്യമുള്ളവർ മാത്രം നഗരത്തിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഇറങ്ങുക. മറ്റുള്ളവർ അതിനു മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ നിവർത്തിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു പരിസരത്ത് നിന്ന് തുടങ്ങി രാജ്ഭവന്റെ പ്രധാന കവാടം വരെ നീളുന്ന റോഡിൽ മുഴുവൻ പോലീസിന്റെ ഒരു വലിയ വിന്യാസം ഉണ്ടാകും. ഇന്നലെ വൈകിട്ട് ഇവിടെ
വലിയ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. ഈ പരിസരത്തെ വാച്ച് ടവറുകൾ ഉൾപ്പെടെയുണ്ട്. അവിടങ്ങളിലൊക്കെ പോലീസിനെ വിന്യസിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് മുതൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നത്. അല്പസമയത്തിനകം വീണ്ടും ഈ പരിശോധനകളും പോലീസിന്റെ സാന്നിധ്യവും ഈ പരിസരങ്ങളിൽ മുഴുവനുണ്ടാകും. ഇപ്പോഴും ഒരു വലിയ നിരീക്ഷണം നടക്കുന്നുണ്ട് ശംഖുമുഖത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. എപ്പോഴാണ് അദ്ദേഹം എത്തുന്നത്, അദ്ദേഹത്തിന്റെ സമയക്രമം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചനകളും സംസ്ഥാനത്തെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും ഇല്ല എന്നാണ് ഔദ്യോഗികമായി നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതായത് ഈ പ്രത്യേകമായ ഒരു കലുഷിതമായ സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് SPGക്ക് മാത്രമാണ്, അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മാത്രമാണ് പ്രധാനമന്ത്രിയുടെ സമയക്രമമടക്കം ഏതാണ്ട് 6:30 എത്തിയേക്കാമെന്നൊരു അനൌദ്യോഗികമായ വിവരം മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് എപ്പോൾ അവരെത്തും, പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തും, അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം ഇവിടേക്ക് എത്തും എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണ സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് വരെ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും തിരുവനന്തപുരം നഗരം കനത്ത സുരക്ഷാ വലയത്തിലാണ്. വരുന്ന 2 ദിവസത്തേക്ക് പ്രധാനമന്ത്രി ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഇവിടുന്ന് മടങ്ങുന്നതുവരെ ഈ സാഹചര്യം അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ടാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മോദി ഇന്ന് കേരളത്തിലെത്തുകയാണ്. സ്വാഭാവികമായും ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ച മുതൽ തന്നെ ചെറിയ തോതിൽ നിയന്ത്രണങ്ങൾ വരും. വൈകിട്ട് പുറത്തിറങ്ങുന്നവർ ശ്രദ്ധിക്കണം, വലിയ തോതിൽ നിയന്ത്രണം ഉണ്ടാവും നാളത്തെ ദിവസവും. അങ്ങനെ ചില നിയന്ത്രണങ്ങളിലൂടെ, എന്നാലും അതിനിടയിൽ സുഗമമായ ആളുകൾക്ക് മൂവ് ചെയ്യാനൊക്കെ കഴിയും. പാർക്കിങ്ങിന്റെ ഒക്കെ കാര്യത്തിലായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ വരിക. ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കൃത്യമായി പോലീസ് നൽകുന്ന നിയന്ത്രണങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ വരുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ആ ലിസ്റ്റ് കാണാം. അപ്പോൾ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് വിവരങ്ങൾ പറയാം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ ശംഖുമുഖം, ചാക്ക, പേട്ട, പള്ളിമുക്ക്, പാറ്റൂർ ജനറൽ ആശുപത്രി, ആശാൻ സ്ക്വയർ, മ്യൂസിയം, വെള്ളയമ്പലം, കവടിയാർ റോഡ്, അതായത് ശംഖുമുഖം തൊട്ട് രാജ്ഭവനുള്ള കവടിയാർ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും ആ സൈഡിലൊക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാറുണ്ട് സാധാരണ രീതിയിൽ. അപ്പോൾ ആ 2 ഭാഗങ്ങളിലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെ പാർക്കിംഗ് പാടില്ല. രണ്ടാമത്തേത് നാളെ രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ തിരിച്ച് രാജ്ഭവൻ തൊട്ട് വിഴിഞ്ഞം ഭാഗം വരെയുള്ള സൈഡിലൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാവും. കവടിയാർ, വെള്ളയമ്പലം, ആൽത്തറ, ശ്രീമൂലം ക്ലബ്ബ്, ഇടപ്പഴിഞ്ഞി, പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്, പള്ളിമുക്ക് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും നാളെ രാവിലെ 6:30 മുതൽ 2 മണി വരെ ഈ ഇടപ്പഴിഞ്ഞി അല്ലെങ്കിൽ വെള്ളയമ്പലം, വഴുതക്കാട് ഭാഗത്തൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്യാറുണ്ട്. ആ ഭാഗത്തൊന്നും പാർക്കിംഗ് അനുവദിക്കില്ല. ഇന്നും നാളെയും ശംഖുമുഖം, വലിയതുറ, പൊന്നറ, കല്ലുമൂട്, ഈഞ്ചക്കൽ, അനന്തപുരി ആശുപത്രി തുടങ്ങി ശംഖുമുഖം റോഡ് വരെയുള്ള ഭാഗങ്ങളിലൊക്കെ മിക്കവാറും സിറ്റിയിലെ എല്ലാ ഭാഗങ്ങളിലും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. വാഹന പരിശോധനയൊക്കെ കർശനമായി തന്നെ ഉണ്ടാവും. അതും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാർ വെൺപാലവട്ടം, ചാക്ക ഫ്ലൈ ഓവർ, ഈഞ്ചക്കൽ, കല്ലുമൂട്, പൊന്നറപ്പാലം, വലിയതുറ വഴിയും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്നവർ, ഇന്റർനാഷണൽ ടെർമിനലിലേക്ക് പോകുന്ന യാത്രക്കാർ വെൺപാലവട്ടം, ചാക്ക ഫ്ലൈ ഓവർ, ഈഞ്ചക്കൽ, കല്ലുമൂട്, അനന്തപുരി ആശുപത്രി സർവീസ് റോഡ് വഴിയും പോവേണ്ടതാണ്. അതായത് ചാക്ക, പേട്ട വഴിയുള്ള ആ മെയിൻ റൂട്ട് ഇന്ന് ഒഴിവാക്കുന്നതായിരിക്കും ഈ എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാർക്കൊക്കെ നല്ലത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായ എയർപോർട്ട് യാത്രയൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് അല്പം നേരത്തെയൊക്കെ ഇറങ്ങി ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം പെട്ടെന്നൊരു ബ്ലോക്കോ അല്ലെങ്കിൽ പെട്ടെന്നൊരു നിയന്ത്രണമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വിമാനത്തിന്റെ സമയം മാറില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഇന്നത്തെ ദിവസം നന്നായിരിക്കും. പാർക്കിംഗ് ശ്രദ്ധിക്കണം. ഒപ്പം ചെറിയ തോതിലുള്ള നിയന്ത്രണം ഉണ്ടാവും. അത് കാരണം ബ്ലോക്കൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്പം നേരത്തെ ഇന്ന് കാര്യങ്ങളൊക്കെ ഇറങ്ങിയാൽ നന്നായിരിക്കും ഇന്നും നാളെയും.